വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി ഓഗസ്റ്റ് 15 മുതൽ വെള്ളരിക്കുണ്ടിൽ നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന തലത്തിൽ നടത്തുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹ സന്ദേശയാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി. ജില്ലാ അതിർത്തിയായ ചെറുപുഴയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. സ്വീകരണ പൊതുയോഗം മുൻ ദേശീയ ഇൻഫാം ചെയർമാൻ ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കൽ നിർവഹിച്ചു. സണ്ണി തുണ്ടത്തിൽ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് കെ വി ബിജു, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, ഫിലിപ്പ് വെളിയത്ത്, ജെയിംസ് അഴകത്ത്, ജേക്കബ് മേലെടുത്ത്, ടോമി കുരിയാളനി, അഗസ്റ്റിൻ വെള്ളാൽകുന്നിൽ, അസി ഫ്രാൻസിസ്, ബിനോയ് പുത്തൻനടയിൽ, ടോമി വടക്കേ കുരിക്കാട്ട് എന്നിവർ സംസാരിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം, കടമെടുത്തിട്ടും ആ കടം തിരിച്ചടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന കർഷക വിഭാഗം ജനങ്ങള് പ്രഭാതം മുതൽ പ്രദോഷം വരെയും കഠിനമായിട്ട് അധ്വാനിച്ച് രക്തത്തുള്ളികൾ വെള്ളത്തുള്ളികളാക്കിക്കൊണ്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തില് ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ നിരാശയിലും ആത്മഹത്യയുടെ വക്കിലുമാണ് എന്ന് പറയുന്നതില് വളരെയേറെ ഖേദമുണ്ട്. ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഉദ്യോഗവർഗമോ ആരെങ്കിലും ഇതാർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭണ പരിപാടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. by 2